ഗൾഫ് കേരള സെക്ടറിൽ കപ്പൽ സർവീസ് അനന്തമായി നീളുന്നതിൽ ആശങ്കയറിയിച്ച് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കപ്പൽ സർവീസ് ആരംഭിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായും MDC ഭാരവാഹികൾ അറിയിച്ചു. വിമാന സർവീസുകളുടെ റദ്ദാക്കലും വൈകലും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന പശ്ചാത്തലത്തിൽ വരുന്ന ഓണം അവധിക്ക് മുൻപ് കേരള ഗൾഫ് കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നായിരുന്നു മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പ്രതീക്ഷ. എന്നാൽ കപ്പൽ സർവീസ് ആരംഭിക്കുന്നത് ഇനിയും നീളുകയാണ്. നവകേരള സദസ്സിലും ലോക കേരള സഭയിലും മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഓണ സീസണിലെങ്കിലും കപ്പൽ സർവീസ് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികളെന്ന് MDC പ്രസിഡന്റ് C ചാക്കുണ്ണി പറഞ്ഞു. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് MDC പ്രസിഡന്റ് C ചാക്കുണ്ണി, രക്ഷാധികാരി A ശിവശങ്കരൻ എന്നിവർ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. നിവേദനത്തിലെ ആവശ്യം ഉൾക്കൊണ്ട് മുഖ്യമന്ത്രി അവശേഷിക്കുന്ന നടപടികൾ പൂർത്തീകരിച്ച് യാത്രാ ചരക്ക് ചാർട്ടേഡ് കപ്പൽ സർവീസ് ആരംഭിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും C ചാക്കുണ്ണി പറഞ്ഞു. ഈ ഓണ സീസണിലെങ്കിലും UAE കൊച്ചി സെക്ടറിൽ ചാർട്ടേഡ് യാത്ര ചരക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതും. നവകേരള സദസ്സിലും ലോക കേരള സഭയിൽ ഉന്നയിച്ചപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പുകളും നമുക്ക് പ്രതീക്ഷ നൽകും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ കേരള സർക്കാരും നോർക്കയും മാരിടൈം ബോർഡും തുറമുഖ മന്ത്രിയെല്ലാം കൈക്കൊണ്ടുവരികയായിരുന്നു. ദൗർഭാഗ്യവശാൽ വയനാട് ദുരന്തം മൂലം അത് ഇനിയും നീളുമെന്നൊരു ആശങ്കയുള്ള സാഹചര്യത്തിലാണ് ഇന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ദുബായിലെ കോർഡിനേറ്ററുമായി ബന്ധപ്പെടുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തത്. ആ നിവേദനത്തിന് വളരെ അനുകൂലമായ മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലഭിച്ചത് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.